ഹായ് ഹലോ അങ്ങനെ കാത്തിരുന്ന് ന്യൂ ഇയർ സെലിബ്രേഷനിങ് എത്തി. കത്താൻ ഇവിടെ പാപ്പാഞ്ഞിക്കുട്ടൻ റെഡി ആയിട്ടുണ്ടേ. ഇനി ഞങ്ങളായിട്ട് വൈകണ്ടല്ലോ എന്നോർത്തൊരു 10 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇവിടെ എത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ വണ്ടി വെക്കേണ്ടി വന്നു. പിന്നെ നടക്കണമായിരുന്നു കേട്ടോ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ബുദ്ധിമുട്ട്. നടന്ന ശീലയില്ലല്ലോ, അതിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നേ. ആദ്യമൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നെങ്കിലും പിന്നെ ഐവിൻകുട്ടനും ബാനൂട്ടിയും ക്ഷീണിച്ച് തുടങ്ങിയായിരുന്നേ. ഇവിടെ ആണെങ്കിലോ നല്ല അടിപൊളി ഗാനമേളയും നാടൻപാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരക്കെന്ന് വെച്ചാൽ അസാധ്യ തിരക്ക്, ഒന്നും പറയാനില്ല. അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വീഡിയോ ഒക്കെ ഒന്ന് ആ നാടൻപാട്ടിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഭാഗത്തേക്ക് അടുക്കാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു കേട്ടോ. എന്നാലും കിട്ടിയ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഐവിൻകുട്ടനും ബാനൂട്ടിയാണെങ്കിലോ പാപ്പാഞ്ഞിനെ കത്തിക്കണ കാണാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഉറക്കപ്പിച്ചിലാണെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ആ സമയം എത്തി. കൃത്യം 12 മണിയായപ്പോൾ തന്നെ പാപ്പാഞ്ഞിനെ കത്തിച്ചു. അടിപൊളി വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നേ. പോയ വർഷത്തിലെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ മറന്ന് നമ്മൾ പുതുവർഷത്തെ സ്വാഗതം ചെയ്യുമല്ലേ, അതൊട്ടും മോശമാക്കരുതല്ലോ. അത്രമാത്രം അടിപൊളിയായിരുന്നു. പാപ്പാഞ്ഞിയെ കത്തിച്ച് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഐവിൻകുട്ടനാണെങ്കിലോ അപ്പയുടെ മേത്ത് കയറിയിട്ടോ, ഞങ്ങൾക്ക് നടക്കാൻ വയ്യ, കാലുവേദന എന്ന് പറഞ്ഞ് പാവം ബാനൂട്ടി അത്രയും ദൂരം നടക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു ദേഷ്യം അവൾക്ക് ഉണ്ടായിരുന്നേ. പിന്നെ അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും വിഷമിച്ചു കേട്ടോ. അത്രയും നടന്നു വന്നപ്പോഴേക്കും എന്തായാലും കുറച്ച് നടക്കേണ്ടി വന്നെങ്കിലും നല്ലൊരു ന്യൂ ഇയർ പരിപാടി കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.